ഇനി നാട്ടിൽ പോവാനായിട്ട് എത്ര ദിവസം? 31 ദിവസം. കറക്റ്റ് 31 ദിവസം. കാരണം ഇന്ന് 31-ാം തീയതിയാണ്. ഇന്ന് ഏതാ ദിവസം? ജൂലൈ 31. ഓഗസ്റ്റ് 31-ാം തീയതിയാണ് നമ്മൾ പോകുന്നത്. സോ എക്സൈറ്റഡ്. ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഡേറ്റ് എത്രയായിരുന്നു? ഇന്ന് ഓഗസ്റ്റ് 4. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ അല്ല, ഓഗസ്റ്റ് 31 ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. സെപ്റ്റംബർ 1 നമ്മൾ അവിടെ എത്തും. സോ നമ്മൾ ഇന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. മൊത്തം പാക്ക് ചെയ്യുന്നില്ല, നമ്മളിന്ന് 2 പേരുടെയും ഒരു പെട്ടി വീതമാണ് പാക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് ഖത്തർ എയർവേസ് ആണ്. നമുക്ക് 40 kg ആണ് പെർ പേഴ്സൺ വരുന്നത്. അതുപോലെ തന്നെ 6 kg എക്സ്ട്രാ നമ്മളുടെ ക്യാബിൻ ബാഗും കൂടി വരുന്നുണ്ട്. സോ 46 kg ഒരാൾക്കുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാരണം ചോക്ലേറ്റിൻ്റെ ഒക്കെ വലിയ 1 kg ബോക്സൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മൾ ഓരോ മാസങ്ങളായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ വീണ്ടും ഓരോന്നായിട്ട് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല ഇത് എത്ര kg ടോട്ടൽ ഉണ്ടെന്നുള്ളത്. നമുക്ക് ഒരു ഐഡിയ ഇല്ല. 20 കൂടുതൽ ഒരു ബാഗിൽ നമുക്ക് കയറ്റാനും പറ്റില്ല. സോ നമ്മളെന്തായാലും ഒരു ബാഗ് നോക്കിയിട്ട് വേണം നമുക്കിതെങ്ങനെയാണ് കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ട് കാര്യങ്ങൾ. സോ നമുക്ക് എന്തായാലും നോക്കാം. പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ഒരു നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന ഭയങ്കര പ്രത്യേക സന്തോഷം. എക്സൈറ്റഡ് ആണോ? അല്ല. വൈ? പിന്നെ എക്സൈറ്റഡ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നാട്ടിലേക്ക് പാക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. ഞാനിത് കുറേ നാളായിട്ട് എന്ന് പാക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഫൈനലി നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. സോ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു ഷേക്കിൽ ഒതുക്കി. ഇനി നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിസമ്പുഷ്ടമായ ലഞ്ച് കഴിക്കുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റ് പാക്ക് ചെയ്യാൻ പോകുന്നത് വിനുവിൻ്റെ ബാഗാണ്. എൻ്റെ ബാഗ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാഗ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. കണ്ട നല്ല ബാഗില്ല. വിനുവിൻ്റെ റെഡ് ബാഗാണ്. അപ്പം വിനുവിൻ്റെ ബാഗ് നമുക്ക് ഫസ്റ്റ് പാക്ക് ചെയ്യാം. നമ്മൾ 2 പേർക്കും എന്താ പറയുക, ഇപ്പോൾ ഒരെണ്ണം ഇത് ഞാൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വിനുവിനും ഒരു പെട്ടി മേടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ എല്ലാവരും 2 times നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 2 പേർക്ക് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതാണ് വിനു പറഞ്ഞത്, ഒരു സൈഡിൽ നിൻ്റെ ഒരു സൈഡിൽ എൻ്റെ ആണ്. നമുക്ക് എന്തായാലും അങ്ങനെ മാറ്റിയിട്ട് നോക്കാം. ഇതെല്ലാം നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. എൻ്റെ പൊന്നോ, ഇഷ്ടം പോലെ സാധനങ്ങൾ നിരത്തി 2 പേർക്കും ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ പെട്ടിയിലോട്ട് ആക്കണം. ഇപ്പൊ തന്നെ ടയേർഡായി. ഇവിടെ ഒരു വരമ്പിട്ടേക്കുന്നത് ഇത് വിനുവിനും ഇത് എൻ്റെയും സാധനങ്ങളാണ് ഇട്ടേക്കുന്നത്. ഇപ്രാവശ്യം അധികം സാധനങ്ങളൊന്നും മേടിക്കേണ്ട, കാരണം ഇത് 2ാമത് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അധികം മേടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒന്നും നടന്നില്ല. കാരണം ഓരോരുത്തരുടെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, അങ്ങനെ പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ ഒക്കെ മേടിച്ച് ഇത്രയും സാധനങ്ങളായി. പക്ഷെ എന്താ പറയുക, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഹാപ്പിയാണ്, അവരും ഹാപ്പി ആവും. സോ ഒരു വർഷത്തിൽ ഒരു മാസമല്ലേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ അവരെ ഹാപ്പി ആക്കാം മാക്സിമം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ ചെന്നപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ചെന്നത്. ആരോടൊന്നും പറഞ്ഞില്ല, ഒരാളോട് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ എത്തിയതിന് ശേഷം നമ്മൾ ടാക്സി എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ടിക്കറ്റ് എടുത്തത് ഏപ്രിലിൽ എടുത്തു. നമ്മൾ ടിക്കറ്റ്, അതായത് സെപ്റ്റംബറിന് വേണ്ടി നമ്മൾ ഏപ്രിലിൽ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അന്ന് മുതൽ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്, ഡേറ്റ് ഒന്നും പോകണമില്ല. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം വരുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഒരു ലെയർ തുണി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ സാധനങ്ങൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും അങ്ങനെ ചെയ്യാം.
വിനുവിന്റെ പെട്ടി ആയതുകൊണ്ട് വിനുവിന്റെ ഡ്രസ്സുകളാണ്. അതാണ് വിനു പണിയെടുക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ പണിയെടുക്കും. അത് ഞാൻ ഇനി കുറച്ചു നേരം നോക്കിയിരിക്കും. ചിക്ക് ഇതേപോലെ ഇങ്ങനെ നീ ഏതൊക്കെ ഡ്രസ്സുകൾ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. വിനു ഏതൊക്കെ ഡ്രസ്സാണ് ഇപ്രാവശ്യം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. വിനുവിന്റെ ഇഷ്ടമാണ് വിനുവിന്റെ ഏതൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സെലിബ്രേഷന്റെ ചോക്ലേറ്റ് ആണ്. 550 ഗ്രാമിന്റെ ചോക്ലേറ്റ് നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. നമ്മള് ഈ ചോപ്പ് ചെയ്യുന്ന ഈ ഒരു ബോക്സ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് 2 വീട്ടിലേക്കും ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇതൊരു മസാജർ ഓൺലൈൻ വാങ്ങിയതാണ്. നമ്മള് വീട്ടിലേക്ക് അച്ഛനമ്മക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മളും യൂസ് ചെയ്യുന്ന സാധനമാണ് പുറം വേദനയൊക്കെ വരുമ്പോ. സോ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അയ്യോ ചേട്ടൻ എന്താ വർത്താനം കേട്ടിട്ട് കണ്ടടുത്തത് എടുക്ക്. ലിൻഡിന്റെ ചോക്ലേറ്റ് 1 kg ആണ്. ഇത് ചേട്ടന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ആയിട്ട് വാങ്ങിച്ചു. 2 പെർഫ്യൂംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറെ പെർഫ്യൂംസ്, വീണ്ടും പെർഫ്യൂംസ്, വീണ്ടും ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഷവർ ജെല്ല് പ്രാവശ്യം നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല നല്ല മണമുണ്ട്. ഈ സ്ട്രോബെറിയുടെ ഒക്കെ നല്ല നല്ല ഫ്രൂട്ടിയുടെ ആണ്. നല്ല മണമുണ്ട്. നമ്മളത് ക്ലീൻ ചെയ്യണം. നല്ല കാരമലിന്റെ, ഇത് കാരമലിന്റെ ആണ്. ഇത് ആഫ്റ്റർ ഷേവ് ആണ്. ഇത് ഷേവ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഒരു വാലറ്റ് ആണ്. അമ്മക്ക് വേണ്ടി വാങ്ങിയതാണ്. വിനുവിന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ കുറച്ച് പാവകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. എന്നുണ്ട് ഇത്, പിന്നെ ഇതുണ്ടല്ലേ നല്ല ക്യൂട്ടല്ലേ. ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ടക്കാമക്ക. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ ഇത്. അപ്പൊ ഇപ്രാവശ്യം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് 44 പൗണ്ടാണ്. ഇത് ഓൺലൈന് 1 ലിറ്ററിന് എന്തോ 58 പൗണ്ട് എന്തോ കാണിച്ചത്. 69% ആണ് ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത്. ഇത് നാട്ടിൽ ചെന്ന് അടിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം ഞങ്ങൾ പറയുന്നതായിരിക്കും. ഇത് പ്രൊമോട്ട് ചെയ്യുന്നൊന്നല്ല, എന്താ പറയാ, നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊണ്ടുപോകുന്നൊരു സാധനമാണ്. ഇപ്രാവശ്യം നമ്മൾ അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഇത് കൊണ്ടുപോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഒരുപാടായ ഹാനികരാണ്. പറയേണ്ട ആൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഈ കുട്ടീനെ പൊതിയുന്ന പോലെയാണ് ഞാൻ മദ്യം പൊതിയുന്നത്. എടാ ഇത് സെറ്റാണ്. നോക്ക് നീ, ഇതിന് പൊട്ടിപ്പോണ കുപ്പിയാണ് ഞങ്ങൾ പൊട്ടിപ്പോട്ടെ. ഈ ഒരു പോഷൻ കാണുമ്പോ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പൊ ചിരിക്കുന്നുണ്ട്. നമ്മളപ്പോ കുപ്പി ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും വെക്കാം. ഇതട്ടി നമ്മള് അത്യാവശ്യ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിനി അതിന്റെ വെയിറ്റ് നോക്കിയിട്ട് നമ്മളിനി ബാക്കി നോക്കാൻ കഴിയണേ. ഇൻ കേസ് വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ വെയിറ്റ് നോക്കാം. ഈ സ്റ്റാമിലുള്ള സാംപൗണ്ടിന് നമ്മൾ മേടിച്ച ഒരു വെയിറ്റിംഗ് നോക്കണ ഒരു മെഷീനാണ്. ഇത് 1 പൗണ്ടേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ട്രാവലിന് യൂസ് ചെയ്യാനും പറ്റും. 14 കിലോ ഉള്ളൂ. അപ്പൊ സെറ്റ്. അപ്പൊ നമ്മളെ സെറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടമാണോ? എനിക്കിത് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എൻ്റെ മോനെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇങ്ങനത്തെ സാധനങ്ങളാണ് ശരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ടത്. സൈക്കോ പറയണതിരിങ്ങനെ അന്തസ്സത്തം. ഇവിടെ ഒരു ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട്, പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഭയങ്കര പച്ചപ്പും ഹരിതാഭയും ഉള്ളൊരു റൂമാണ് നമ്മുടെ. പാക്കിങ്ങിൻ്റെ ആദ്യഘട്ടം ഓൾമോസ്റ്റ് പൂർത്തിയായിരിക്കുകയാണ്. ഇതില്ലാതെ ഒരു പ്രവാസി നാട്ടിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രവാസി പോകുന്നുണ്ടോ ബാഗിൽ ഈ സാധനം? ഷുവർ. ഇതപ്പോൾ നമ്മൾ 48 പീസിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഓൺലൈൻ വാങ്ങിയതാണ്. നമ്മുടെ അക്ഷയ് ചേച്ചി നമുക്ക് വേണ്ടി ഓർഡർ ചെയ്ത സാധനമാണ്. സോ ഇത് ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്നത് 48 പീസാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്രയൊന്നും നമ്മൾ കൊണ്ടുപോയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചോക്ലേറ്റ്സ് ഭയങ്കര കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ.
ഇപ്രാവശ്യം ചോക്ലേറ്റ്സ് വേണ്ടതിലും വേണ്ടാത്തതിലും കൂടുതൽ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം സമ്മർ ടൈമിലാണ് പോകുന്നത് കൊണ്ട് തന്നെ പ്രൈമാർക്കിൽ നല്ല നല്ല കുറേ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന്മാർക്കൊക്കെ പറ്റിയ ചെരുപ്പുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അമ്മക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പുകൾ, അച്ഛനൊക്കെ പറ്റിയ ചെരുപ്പുകൾ. ഇതുണ്ടോ, ഈ ഒരു ടൈപ്പ് ചെരുപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പ്. അത് ഞാൻ പൊട്ടിക്കാണ്ട് വെച്ചേക്കുവാണത്. ഇതെടുത്ത് കളിക്കുന്നു എന്തുവാണ് അതാ പൊട്ടിക്കത് ഇങ്ങനെ ഓരോന്നാണ്. അതിനൊക്കെ ഒരു ശാസ്ത്രീയമായ വശമുണ്ട്. അങ്ങനെ എൻ്റെ പെട്ടി കയറ്റാൻ പോവാണ് ഓരോന്നായിട്ട്. അപ്പോൾ ഇനി ഞാനാണ് പണിയെടുക്കേണ്ടത് അല്ലേ? ഓക്കെ. അപ്പം ഞാൻ എന്തൊക്കെ ഡ്രസ്സുകളാണ് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഡ്രസ്സുകൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളുണ്ടാവും. അത്യാവശ്യം സോ സംഗതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അധികം ഡ്രസ്സുകളില്ല. എവിടെയാണ് എനിക്ക് ഡ്രസ്സുകൾ? എനിക്ക് ഡ്രസ്സുകളില്ല. സ്കിൻ ഫിറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് തന്നെ വെച്ച് നമുക്ക് നമ്മളുടെ പെട്ടിയുടെ എന്താ പറയുക ഉദ്ഘാടനം ചെയ്യാം. സോ നമ്മളിപ്പോൾ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സാധനങ്ങൾ വെക്കാം. ഓക്കെ, നല്ലതില്ലേ? നമുക്ക് ഇങ്ങനെ ഇട്ട് പോവാം. ഒരു പച്ചയും ഒരു പിങ്കും മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഷൂ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ഷൂ ആണ്. നമ്മുടെ ചേട്ടന് വേണ്ടിയിട്ട് വാങ്ങിയേക്കുന്ന ഒരു ഷൂ ആണ്, വിമൽ ചേട്ടന്. അതുപോലെ തന്നെ അച്ഛന് ഒരു ചെരുപ്പ് നമ്മൾ പ്രൈമാർക്കിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് നമ്മളുടെ അനന്തപൂരിന് വേണ്ടി വാങ്ങിയ ഒരു ഷർട്ടാണ്. ഇത് സെയിം സാധനം വിനുവിനുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഇതായതുകൊണ്ടാണ് നമ്മൾ അനന്തപൂരി മേടിച്ചത്. സെലിബ്രേഷൻ്റെ ഒരു 2 ബോക്സ് നമ്മൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാജ് കഴിഞ്ഞ എൻ്റെ ബാഗിൽ. ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ള അച്ഛന് വേണ്ടിയിട്ട് ഒരു ട്രിമ്മർ മേടിച്ചതാണ്. ഇത് അമ്മക്കും ചേച്ചിക്കും ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. നേരത്തെ പെട്ടിയിൽ കാണിക്കാതിരുന്ന വേറൊരു ചോക്ലേറ്റ് ആണ് ഈ ഒരു ഇതുണ്ടോ, നല്ല ഉണ്ട ചോക്ലേറ്റ്. അതിൻ്റെ ഒരു ഇത് 2 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ പൊതിയുന്ന മാതിരിയാണ് വിനു കുപ്പി പൊതിയുന്നത്. എൻ്റെ കുഞ്ഞി പിള്ളേർക്ക്, എൻ്റെ തുമ്പനും ചെമ്പനും കുക്കൂനും അപ്പൂനും നമ്മൾ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ തുമ്പൻ കുട്ടപ്പിക്ക് മേടിച്ചതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് തുമ്പന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേ മോഡൽ തന്നെ നമ്മൾ ജമ്പന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെമ്പൻ കുട്ടാപ്പിക്ക്. ഇതിട്ടിട്ട് ഞാൻ അവനങ്ങനെ പിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ധൃതിയായിട്ട് വയ്യാം. പിന്നെ അതുപോലെ തന്നെ കുക്കൂനും അപ്പൂനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കൂൻ്റെ അപ്പൂനും ഡ്രസ്സും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുക്കൂന് നമ്മൾ മേടിച്ചിട്ടുള്ള യൂണിക്കോണിൻ്റെ, കുക്കുവിൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആണ് യൂണിക്കോൺ. അപ്പോൾ വിനു അത് മനസ്സറിഞ്ഞ് കുക്കു പറയുന്നതിന് മുമ്പ് തന്നെ വിനു അത് വാങ്ങി എന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരം വിനുവിൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുക്കുവിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള യൂണിക്കോണിൻ്റെ ഷൂ. പിന്നെ ഇത് അപ്പുച്ചിന് ചെറുതാണോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് വിനു ചെറുതായിട്ട് പ്രകടിപ്പിച്ചു. എനിക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ ജമ്മൻ ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വിനുവിനെ. സോ ഇതെന്താ, ഇത് കുഴപ്പമുണ്ടാവില്ല, ഓക്കെ ആയിരിക്കും. ടൈറ്റ് ആണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഡീപ്പിച്ച് ഞങ്ങൾ നടത്തും. അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂട്ട് നിക്കറൊക്കെ വരുന്ന ടൈപ്പ് ഒരു സാധനമാണ്. കുക്കുവിൻ്റെ ഇതുണ്ടല്ലേ യൂണിക്കോൺ മോഡൽ ഇങ്ങനെ വരും. ഇതിൻ്റെ കൂടെയാണ് ഈ ഷൂവും കൂടി വരുന്നത്. ഓ നൈസ്. കുക്കുവിന് വേണ്ടിയിട്ടുള്ളതാണിത്. മുത്തേണ്ട കുഞ്ഞിന് കളിക്കാൻ ഇപ്രാവശ്യം നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ പോകുന്ന ഒരാളാണ് ഇവാൻഷിക. കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കല്യാണത്തിനാണ് നമ്മൾ പോയത്, ഇപ്രാവശ്യം കൊച്ചിൻ്റെ പരിപാടിക്ക്. ആഹാ. സോ ഇത് നമ്മുടെ ഇവമോൾക്കുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവമോൾക്ക് മേടിച്ചേക്കണ വേറൊരു സാധനമാണ് ഒരു ബോയും അല്ല
ഒരു ബോയും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സും. എനിക്ക് ഇത് രണ്ടും കൂടി ഇടിപ്പിച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം. നമ്മൾ സ്ട്രാറ്റ്ഫോർഡ് വെസ്റ്റ്ഫീൽഡിൽ ചെന്നപ്പോൾ ഒരു കൊറിയൻ ഷോപ്പ് കണ്ടു. പല വെറൈറ്റി ലേസ് കണ്ടു. പല വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബാർബിക്യൂ, ക്രാബ്, അങ്ങനെ നമ്മൾ ഇതുവരെയും കഴിക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ടൈപ്പ് ഫ്ലേവറുള്ള കുറേ ലേസ് കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് ബാർബിക്യൂവും ക്രാബും വാങ്ങിച്ചുതരാം. കണ്ടോ, ഇത് ക്രാബാണ്. ക്രാബിൻ്റെ ഫ്ലേവറുള്ള ലേസാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബാർബിക്യൂ ഫ്ലേവർ വരുന്ന ഒരു ലേസ് ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് ഞാനപ്പോൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ബാർബിക്യൂ സോസ് കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ക്രാബ് നമ്മൾ വീട്ടിലുള്ളവർക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഷോപ്പിൻ്റെ പേര് ഓർമ്മ വന്നത്. മറ്റേ കൊറിയൻ ഷോപ്പ് കെഞ്ചി എന്നായിരുന്നു അവരുടെ. കെഞ്ചി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ജെല്ലി ക്യാൻഡീസ് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മൾ പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചേക്കുന്നതാണ്. ഇതിങ്ങനെ ഒരെണ്ണം കൈ കൊടുത്താൽ അതും പിടിച്ച് കുറച്ച് നേരം നടന്നോളൂ. ഉണ്ടോ, ബോഡി മിസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന, നമ്മൾ പണ്ട് കളിച്ചിട്ടുണ്ട് ഈ സാധനം വെച്ച്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു ഷവർ ജെല്ലാണ്. നല്ല മണമുള്ള ഒരു ഷവർ ജെല്ല്. ക്ലിപ്പുകൾ മേടിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള. ഉണ്ടോ, ഇതുണ്ടോ, ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് വേണ്ടി വാങ്ങിയതാ. ഇത് കളർ പെൻസിലാണ്. ഇത് നമ്മൾ ആ കെഞ്ചി എന്ന് പറയുന്ന സ്ട്രാറ്റ്ഫോർഡ് വെസ്റ്റ്ഫീൽഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മൾ ദീപക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച മാലയാണ്. നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഫെറാറോ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്. ഇതാണ്, പൊളിച്ചു നോക്കാം. പകുതി പൊളിച്ച് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെട്ടി പൊളിക്കാനായിട്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 48 പീസിൻ്റെ 3 എണ്ണമാണ്. ഇത് എത്ര എണ്ണമാണ് ഈ വന്നേക്കണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. 48 പീസ് ടോട്ടൽ ഒരെണ്ണത്തിൽ അല്ല 2 എണ്ണം കൂട്ടുമ്പോൾ ഉണ്ടായാൽ മതി. 24 എണ്ണമാണ് ഒരെണ്ണത്തിൽ വരുന്നത്. അങ്ങനെ 6 ബോക്സ്. അങ്ങനെ നമ്മളുടെ 4 പെട്ടി നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വാവ്, ഇതെൻ്റെ, ഇത് വിനുവിൻ്റെ, ഇതെൻ്റെ. സോ 4 പെട്ടിയും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നാട്ടിൽ പോകാനായിട്ട് 9 ദിവസവും കൂടി. നമ്മളാണെങ്കിൽ ഇങ്ങനെ എണ്ണി ഇരിക്കുകയാണ്. ഇന്ന സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല വിനു, ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം വെൻസ്ഡേ. റിപ്പീറ്റ്, വെൻസ്ഡേ. സോ only 3 days to go. 3 days അല്ല, 4 days ഉണ്ട് അല്ലേ. ഞായറാഴ്ചയാണ് നമ്മൾ പോകുന്നത്. സോ ഞങ്ങൾ സോ എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, പാക്കിങ്ങിലാണ്, ബിസിയാണ് ഞങ്ങൾ. സോ അവസാന നിമിഷ പാക്കിങ്ങിലോട്ട് കടന്നിരിക്കുകയാണ് ഞങ്ങൾ. എൻ്റെ 2 ബാഗും കറക്റ്റ് ഫുള്ളായി. ഇനി ഒന്നും ഒരു ഇഞ്ച് പോലും അതിൽ കയറ്റാൻ സ്ഥലമില്ല. വിനുവിൻ്റെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചൈനീസ് ലിക്കറാണ്. പിന്നെ എത്രയായിരുന്നു പെർസെൻറ്റേജ് വന്നത്? 62% ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത്. നമ്മൾ ഒരു ചൈന കടയിൽ കയറിയപ്പോൾ വാങ്ങിച്ചതാണ്. അവസാന നിമിഷമായപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ സ്ട്രെസ്സ് ഭയങ്കര. കാരണം ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വന്നു. ഇപ്പോൾ ഒരു ഇഞ്ച് പോലും സ്ഥലമില്ലാണ്ടായിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കുറേ ഡ്രസ്സ് ഇവിടെ ഈ ബാഗിൽ കയറ്റാനുണ്ട്. ഈ കിടക്കുന്നൊക്കെ എനിക്ക് കയറ്റാനുള്ളതാണ്. ഇതെന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു നല്ലോണം സ്പേസ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ ഇല്ല.
നമ്മൾ ഈ ബാഗല്ലേ എടുക്കുന്നത്. അപ്പോൾ ഈ ബാഗിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് അതിൽ കുറേ സാധനങ്ങൾ വെക്കണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ നടക്കൂല. ഇതിപ്പോൾ 5 കിലോ ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. 7 കിലോ വരെ ആവാം. സോ ക്ഷീണിച്ചു, നല്ലോണം ക്ഷീണിച്ചു. ആദ്യമൊക്കെ ഈ പാക്കിങ് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്നാണ്. ഇപ്പോൾ സമയം 8 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങളൊരു 6 മണിക്ക് എന്തോ തുടങ്ങിയ സാധനമാണിത്. അതും നമ്മളെല്ലാ പാക്കിങ്ങും 90% പാക്കിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പാക്കിങ്ങാണ് ഇതെന്ന് ആലോചിക്കണം. തുമ്പിന് വേണ്ടി വാങ്ങിയിട്ടുള്ളൊരു മോൺസ്റ്റർ ട്രക്കാണ്. കുഞ്ഞിതാണ്, പക്ഷെ ഇത് നമ്മൾ ബാഗിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് എൻ്റെ ബാഗിൽ കയറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവസ്ഥ ഇതാണ്. കേറുന്നില്ല, ഞെക്കിയൊക്കെയാണ് കയറ്റുന്നത്. ഏതാണ്ട് ട്രെയിനിലും ബസ്സിലൊക്കെ പോണതിനാണ് സാധനങ്ങൾ പാക്ക് ചെയ്യണത്. മോനെ നമ്മ ഫ്ലൈറ്റിനാണ് പോണത്. സോ ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ തലേ ദിവസമാണ്. ഇപ്പോഴും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ക്ഷീണിച്ചോ? നാളെ ഈ സമയത്ത് നമ്മൾ എയർപോർട്ടിൽ ഉണ്ടാവും. സോ എക്സൈറ്റഡ്. പക്ഷെ എക്സൈറ്റ്മെൻറ്റിനൊക്കെ കൂടുതൽ ഇപ്പോൾ എടുക്കുന്നത് ടെൻഷനാണ്. കാരണം ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഒരുമാതിരി കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമുക്കിവിടെ ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഉണ്ട്. നമ്മളുടെ ചിക്കൻ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനുണ്ട്. അത് കഴിഞ്ഞ് സോ അവസാന നിമിഷ കൊത്തുപണികളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ ക്യാബിൻ ബാഗും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഓൺലൈൻ ചെക്കിങ്ങും കഴിഞ്ഞു. ഓൺലൈൻ ചെക്കിങ് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഫ്ലൈറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഖത്തർ എയർവേസ് ആണ്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറുന്ന ഫ്ലൈറ്റ് ബ്രിട്ടീഷ് എയർവേസ് ആണ്. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ വന്നത്. അപ്പോൾ ചെക്കിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ക്ലിയർ ചെയ്തു. ഞാൻ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരിങ്ങനെ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ചെയ്തപ്പോൾ എല്ലാം റെഡിയായി. സോ ഇപ്പം ഞങ്ങൾ വെറുതെ നമ്മുടെ ബാഗിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം. 6 മണി ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുള്ളതൊക്കെയാണ്. എയർപോർട്ടിൽ എത്തണം അങ്ങനെ. സോ പോണേൻ്റെ തലേന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയത് സർപ്രൈസ് ആയിട്ടായതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോണത്. പക്ഷെ ഞങ്ങൾക്കാണ് അതിനൊക്കെ കൂടുതൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. ഓൺലൈൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. സീറ്റൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റി. സോ ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നാളെ ഒന്ന് ആയാൽ മതി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ എയർപോർട്ടിൽ ചിങ്ങനൊക്കെ. സോ ഇനി നാളെ എഴുന്നേറ്റിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. വീണ്ടും ഇവിടെ കിടക്കുന്നുണ്ട്. സന്തോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നാളെ